ഹർഷ, CPM പ്രവർത്തകർക്ക് കേരളത്തിൽ എന്തുമാകാം എന്നൊരു ആത്മവിശ്വാസമുണ്ട്. അതിനോട് യോജിക്കുന്നില്ലേ? അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത എന്ന് പറയുന്നത് പയ്യന്നൂരിൽ നമ്മൾ കണ്ടിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലായി കുഞ്ഞികൃഷ്ണൻ എന്ന CPM പ്രവർത്തകൻ ഒരു CPM നേതാവിനെതിരെ ഒരു ആരോപണം ഉന്നയിക്കുന്നു. അതിന്റെ പേരിൽ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കുകയാണ്. ഇപ്പോൾ പയ്യന്നൂരിൽ നടന്ന ഒരു സംഭവമാണ്. കുഞ്ഞികൃഷ്ണനെതിരെ പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുന്നു CPM. ഈ CPM പരിപാടിയിൽ പങ്കെടുത്തത് പരോളിൽ ഇറങ്ങിയ ഒരു പ്രതിയാണ്. അതായത് നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സംസാരിച്ചിരുന്നു, പോലീസിന് നേർക്ക് ബോംബ് എറിഞ്ഞ കേസിൽ പ്രതിയായ ഒരു വ്യക്തിക്ക് അച്ഛന് വയ്യ എന്ന പേരിൽ 30 ദിവസത്തെ പരോൾ അനുവദിക്കുന്നു. ഇയാൾ ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. ഇത് ചട്ടവിരുദ്ധമാണ്. അതായത് ഈ പറഞ്ഞ പരോൾ ലംഘനമാണ്. ഇതെല്ലാം ചെയ്തിട്ടും അദ്ദേഹം സുഖമായി തിരിച്ച് ജയിലിൽ പോയി. വേറെ എവിടെ നടക്കും ഇത്? തീർച്ചയായിട്ടും ഇത് കേരളത്തിൽ നടക്കുമെന്നതിനേക്കാൾ ഉപരി CPM ഭരിക്കുന്ന കേരളത്തിൽ മാത്രമാണ് ഇത് നടക്കുള്ളൂ എന്നുള്ളതാണ്. ഈ പറയുന്ന പരോളിൽ ഇറങ്ങി തിരിച്ച് വീണ്ടും ജയിലിലേക്ക് പോയ വ്യക്തിയെക്കുറിച്ച് നമ്മൾ കുറച്ചുകൂടി കൂടുതലായിട്ട് പറയേണ്ടിയിരിക്കുന്നു. അദ്ദേഹം DYFIയുടെ നേതാവായിരുന്നു. അതിനേക്കാളൊക്കെ ഉപരി കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ കണ്ണൂരിൽ മത്സരിച്ച് വിജയിച്ച ഒരു കൗൺസിലർ ആയിരുന്നു എന്നുള്ളതാണ്. ഇദ്ദേഹത്തെ ഈ പറയുന്നത് പോലെ പോലീസുകാർക്കെതിരെ ബോംബ് എറിഞ്ഞതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2007 മറ്റോ ആയിരുന്നു, കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു. അന്ന് കോടതി പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, വിജയിക്കുകയാണെങ്കിൽ ഈ സ്ഥാനം രാജിവെക്കണം, അതല്ലെങ്കിൽ വിജയിക്കുകയാണെങ്കിലും തോൽക്കുകയാണെങ്കിലും ജയിലിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇതിന്റെ ജനവിധി തേടണം എന്നുള്ളത്. എന്നിട്ടും അദ്ദേഹം വിജയിച്ചു എന്ന് പറയുന്നത് തന്നെ വലിയൊരു അത്ഭുതമാണ്. ജയിലിൽ കിടക്കുന്ന ഒരു വ്യക്തിക്ക്, ഒരു പ്രതിക്ക് വോട്ട് ചെയ്യാൻ അവിടെയുള്ള ജനങ്ങൾ തയ്യാറായെങ്കിൽ അത് തീർച്ചയായിട്ടും ജനങ്ങളുടെ ജനാധിപത്യമല്ല അവിടെ തുറന്നു കാണിച്ചിട്ടുള്ളത്, മറിച്ച് ഭയം കൊണ്ടായിരിക്കണം വോട്ട് ചെയ്തത് എന്ന് എഴുതി നമുക്ക് പറയേണ്ടി വരും എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ പറയുന്നത് പോലെ ജയിലിൽ പോയി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുന്നു. പരോളിൽ പരോളിൽ ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അച്ഛന് സുഖമില്ലാത്തത് കൊണ്ട്, പരിചരിക്കാൻ ആളില്ലാത്തത് കൊണ്ട് പരോളിൽ ഇറങ്ങുന്നു എന്നായിരുന്നു കാരണം പറഞ്ഞിരുന്നത്. ഈ പറയുന്ന ജയിലിൽ എത്രയോ ആളുകൾ അവരുടെ കുടുംബങ്ങൾക്ക് ആരുമില്ലാതിരിക്കുന്ന സാഹചര്യങ്ങളിലും ജയിലിൽ തന്നെ കിടക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. CPM-കാരനായതുകൊണ്ടാണോ അദ്ദേഹം അച്ഛന് സുഖമില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു ഇളവ് കിട്ടി പുറത്തു വന്നത് എന്ന് ചോദിക്കുന്നതിൽ തെറ്റില്ല. ഇതോടൊപ്പം തന്നെയായിരുന്നു ഇയാൾ പുറത്തിറങ്ങിയ സമയത്ത് തന്നെയായിരുന്നു TP വധക്കേസ് പ്രതികളെയും ഇത്തരത്തിൽ പരോളിൽ പല തവണകളിലായി വിടുന്ന സാഹചര്യം നമുക്കുണ്ടായിരുന്നത്. CPM-നോട് അനുകൂലമായി നിൽക്കുന്ന, CPM-ന് നേട്ടം നൽകുന്ന അക്രമ സ്വഭാവമുള്ള, എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, അക്രമ സ്വഭാവമുള്ള ആളുകളെ CPM പാലൂട്ടി വളർത്തും എന്നുള്ളതിന് ഉദാഹരണമാണ് ഈ പറയുന്ന വിനോദ് എന്ന് പറയുന്ന വ്യക്തി പോലും. നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസം പയ്യന്നൂരിൽ വന്ന വാർത്തയിൽ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM-ന്റെ തന്നെ രക്തസാക്ഷിയായ ധനരാജ് എന്ന് പറയുന്ന വ്യക്തിയുടെ കുടുംബത്തിന് ലഭിച്ച ഫണ്ട്, ജനങ്ങൾ പിരിച്ചു നൽകിയ ഫണ്ട് 1.5 കോടി രൂപയാണ് ഈ പറയുന്ന പയ്യന്നൂർ MLA മധുസൂദനൻ തട്ടിയത് എന്നുള്ള വലിയൊരു ഗുരുതരമായ ആരോപണമാണ് കഴിഞ്ഞ ദിവസം കുഞ്ഞികൃഷ്ണൻ പുറത്തുവിട്ടിട്ടുള്ളത്. പക്ഷേ കുഞ്ഞികൃഷ്ണൻ ഇത് നേരെ അങ്ങനെ ഒരു ആരോപണമായി അദ്ദേഹം തട്ടിയെടുത്തു എന്നല്ല പറയുന്നത്. അതിനൊരു മൃദു സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചത്. അദ്ദേഹം പറയുന്നത് ഈ പിരിച്ച ഫണ്ടിന്റെ ഡീറ്റെയിൽസ് ഒന്നും പാർട്ടിയിൽ അറിയിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പാർട്ടിയിലും അതിനുശേഷം പുറത്ത് മാധ്യമങ്ങളോടും അറിയിച്ചിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം പറയുന്നത്, എന്തുകൊണ്ട് നമ്മുടെ രക്തസാക്ഷിക്ക് ഗതി വന്നു, എന്തുകൊണ്ട് രക്തസാക്ഷിക്ക് നമ്മൾ പിരിച്ചെടുത്ത പണം കൊടുക്കാനായില്ല, ആ ഫണ്ട് എവിടെ, ആ പൈസ എവിടെ, ഇതിന്റെ കണക്കുകൾ എവിടെ എന്നുള്ള ചോദ്യങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചത്. അപ്പോൾ ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ ഇദ്ദേഹത്തിനെതിരെ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ച CPM-ന്റെ ഒരു ഗതികേടുണ്ടല്ലോ. ഇപ്പോൾ സ്വന്തം പ്രവർത്തകരെ പോലും സംരക്ഷിക്കാൻ കഴിയാത്ത ഒരു പാർട്ടിയുടെ ഗതികേട് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇപ്പോൾ ഈ കുഞ്ഞികൃഷ്ണനെതിരെ ഈ പരോളിൽ ഇറങ്ങിയ പ്രതി വരെ ഇറങ്ങി പ്രതിഷേധിക്കുകയാണ്. അദ്ദേഹം ചോദിച്ചത് എന്താണ്? ഒരു ചെറിയൊരു കാര്യം മാത്രമാണ്. അതിനൊരു കൃത്യമായ മറുപടി കൊടുക്കുന്നില്ല. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു. ഒപ്പമുണ്ടായിരുന്ന വ്യക്തികളുടെ വണ്ടികൾ കത്തിച്ചു കളയുന്നു. ഇങ്ങനത്തെ നടപടികൾ ഉണ്ടാകുന്നു. അപ്പോൾ ഈ കുഞ്ഞികൃഷ്ണനെതിരെ നടപടി എടുക്കുന്ന യോഗത്തിൽ പോലും ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാർ എന്ന് പറയുന്നത് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞ കാര്യത്തോട് യോജിക്കുന്ന ആൾക്കാരാണ്. ഞാനൊരു റിപ്പോർട്ട് വായിക്കായിരുന്നു. അതിനകത്ത് പറയുന്നത് അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിരുന്നു ആ നേതൃത്വത്തിൽ മുഴുവൻ ഉണ്ടായിരുന്നത്. പക്ഷെ ആർക്കും പറയാൻ ധൈര്യമില്ല. എല്ലാവരും ചേർന്ന് തീരുമാനമെടുക്കുകയാണ് ഇദ്ദേഹത്തെ പുറത്താക്കുക. അപ്പോഴും 50% മേളിൽ ഉണ്ടായിരുന്ന ആൾക്കാരുടെ മനസ്സിൽ എന്താണ്? കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത് സത്യമാണ്, അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾ വാലിഡ് ആണ്, നമ്മുടെ രക്തസാക്ഷിക്ക് കൊടുക്കേണ്ട പണം വേറൊരു നേതാവ് തട്ടിയെടുത്തു, ഈ നേതാവിനെ സംരക്ഷിക്കേണ്ടി വരുന്ന, ഈ നേതാവിനെ ന്യായീകരിക്കേണ്ടി വരുന്ന ബാക്കി പ്രവർത്തകരുടെ ഗതികേട് കൂടിയാണ് CPM എന്ന പാർട്ടിയിൽ ഇപ്പോൾ ബാക്കിയുള്ളത്. അതെ, തീർച്ചയായിട്ടും. കുഞ്ഞികൃഷ്ണന്റെ വീടിന് മുൻപിൽ കഴിഞ്ഞ ദിവസം നടന്ന പ്രകടനത്തിൽ പടക്കം പൊട്ടിച്ച് പ്രകടനം നടത്തിയ സാഹചര്യത്തിൽ വെറും 12 പേരാണ് അവിടെ നിന്നുള്ള, അല്ലെങ്കിൽ ആ ഏരിയയിൽ നിന്നുള്ള CPM-ന്റെ പ്രവർത്തകർ പ്രകടനമായി മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അവിടെ 500-നും 1000-നും ഇടയിൽ CPM പ്രവർത്തകരുള്ള ഏരിയയിൽ നിന്നും വെറും 12 പേർ വന്നു എന്ന് പറയുമ്പോൾ അവിടെ കുഞ്ഞികൃഷ്ണന് പാർട്ടിക്കകത്ത്
എത്ര പേർ അനുകൂലമായി ഉണ്ടായിരുന്നു എന്നുള്ളതിന് ഉദാഹരണമാണ് അവിടെ. പക്ഷെ ആർക്കും തുറന്നു പറയാനുള്ള ധൈര്യമില്ല. ഈ പറയുന്ന ആരോപണങ്ങളെക്കാൾ എന്തുകൊണ്ടും എല്ലാവർക്കും വലുത് അവരവരുടെ ജീവൻ തന്നെയായിരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ കുറെ സമയങ്ങളായി നമ്മൾ കാണുന്ന വാർത്തകൾ, ട്രോളുകളൊക്കെ മറ്റൊരു TP ആകാതെ ഇരിക്കട്ടെ ഈ പറയുന്ന കുഞ്ഞികൃഷ്ണൻ എന്നുള്ളത്. കാരണം അത്രത്തോളം പാർട്ടിക്ക് വേണ്ടി തന്നെ ജീവിച്ച വ്യക്തിയാണ് ഈ പറയുന്ന TP ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന വ്യക്തിയും. എന്നിട്ട് അദ്ദേഹത്തെ 51 വെട്ടി ക്രൂരമായി ഇല്ലാതെയാക്കാൻ CPM-ന് മടി ഉണ്ടായില്ലെങ്കിൽ തീർച്ചയായും CPM-നെ ചോദ്യം ചെയ്തിട്ടുള്ള കുഞ്ഞികൃഷ്ണനെ എന്തും ചെയ്യാൻ മടിക്കാത്ത പാർട്ടി തന്നെയാണ് പയ്യന്നൂരിലെ CPM എന്ന് പറയുന്നത്. അത് എല്ലാവരും പറയുന്നുണ്ട്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് KK രമ MLA പ്രതികരിച്ചിട്ടുണ്ട്, അങ്ങനെ പലരും പ്രതികരിച്ചിട്ടുണ്ട്. എല്ലാവരും ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിനെതിരെ ഒരു ആക്രമണം ഉണ്ടാകുമെന്നാണ്. ഇപ്പോൾ വെറുതെ ഇരുന്ന ഒരു പാർട്ടിക്കെതിരെ അല്ലെങ്കിൽ ഒരു പാർട്ടിയിലെ കുറച്ച് പ്രവർത്തകർക്കെതിരെ നമ്മൾ ചിന്തിക്കുമോ അവർ അക്രമം നടത്തുമായിരിക്കും, അവർ കൊല്ലുമായിരിക്കും എന്നൊരു ചിന്ത നമുക്ക് വരില്ല. ഇപ്പോൾ ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചതെങ്കിൽ ഇങ്ങനെ ഒരു ചർച്ച പോലും ഉണ്ടാകില്ല, ഭയത്തിന്റെ ആവശ്യമില്ല. ഇപ്പൊ അയാളെ കൊല്ലുമെന്നോ അയാൾക്ക് ദുർമരണം സംഭവിക്കുന്നോ ഒന്നും നമ്മൾ ചിന്തിക്കില്ല. പക്ഷെ CPM എന്ന പാർട്ടി ആയതുകൊണ്ടാണ് കുഞ്ഞികൃഷ്ണൻ എന്തെങ്കിലും ആപത്ത് വരാൻ സാധ്യതയുണ്ട് എന്നുള്ള ചർച്ച പോലും നടക്കുന്നത്. അതും പയ്യന്നൂർ പോലൊരു സ്ഥലത്ത്, ഈ ചെങ്കോട്ട എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലത്ത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകും. പരോളിൽ പോലും പ്രതികൾക്ക് സുഖമായി ഇറങ്ങി നടക്കാൻ പറ്റുന്ന, ഈ കൊല്ലപ്പെട്ട കുടുംബത്തിന്റെ മുന്നിൽ സുഖമായി സന്തോഷിച്ച് ചിരിച്ചു കളിച്ച് ഓടി നടക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണിത്. പല സംഭവങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ കേസിലാണെങ്കിൽ പോലും പോലീസിനെ ബോംബെറിഞ്ഞ കേസിലെ പ്രതിയാണ് അദ്ദേഹം. എന്നിട്ടാണ് അദ്ദേഹം ഇത്ര സുഖമായി പുറത്തിറങ്ങി നടക്കുന്നതും പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നതും. തീർച്ചയായിട്ടും ഇവിടെ ഇപ്പോൾ നമ്മൾ ഇത്രയും ഉറപ്പിച്ച് പറയാനുള്ള ഏറ്റവും ഒടുവിലത്തെ കാര്യം അല്ലെങ്കിൽ ഉദാഹരണം എന്നെടുത്ത് പറയാൻ സാധിക്കുന്നത് മണിയാശാന്റെ പ്രസംഗം തന്നെയാണ്. അദ്ദേഹം തന്നെ കഴിഞ്ഞ ദിവസം പബ്ലിക്കായിട്ട് ഒരു പൊതുവേദിയിൽ വന്നു നിന്നുകൊണ്ട് പ്രസംഗിച്ചൊരു കാര്യമാണ്, തീർത്തു കളയണം പാർട്ടിയിൽ നിന്നും പോയവരെ എന്ന് അദ്ദേഹം എടുത്തു പറയുമ്പോൾ, അല്ലെങ്കിൽ ചെയ്യാൻ മടിച്ചിരുന്നതൊന്നും ഇനി ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കരുത് എന്നൊരു ഭീഷണി അദ്ദേഹം മുഴക്കുമ്പോൾ അവിടെ അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് കഴിഞ്ഞ ദിവസം മറ്റൊരു വ്യക്തിയുമായി ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, ഡിവൈഎഫ്ഐക്കാർ നടത്തിയ കൊലപാതകത്തിന്റെ അരിവാൾ ഇപ്പോഴും തേച്ചു മിനുക്കി വെച്ചിട്ടുണ്ട്, ആ അരിവാൾ വീണ്ടും ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ഡിവൈഎഫ്ഐക്കാർ പറയുന്ന ആ ഒരു വാക്കുകൾ അതുപോലും ജനങ്ങളുടെ ഉള്ളിൽ CPM-നെ കുറിച്ച് ഭീതി ഉയർത്തുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പാർട്ടിക്കെതിരെ സംസാരിക്കുന്ന, പാർട്ടി നേതൃത്വത്തിനെതിരെ വിരൽ ചൂണ്ടുന്നവരെ CPM ഇല്ലാതെയാക്കി കളയുമെന്നുള്ളതാണ്. ഈ പറയുന്ന കുഞ്ഞികൃഷ്ണന്റെ കാര്യത്തിൽ നമ്മൾ ഉൾപ്പെടെയുള്ള പലരുടെയും ഭയവും അത് തന്നെയാണ്. സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന, പാർട്ടിക്ക് വേണ്ടി നിലകൊള്ളുന്ന നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരൻ അദ്ദേഹം ഇപ്പോഴും പാർട്ടിയിൽ നിന്ന് മാറി മറ്റൊരിടത്ത് പോയി മത്സരിക്കില്ല അല്ലെങ്കിൽ മറ്റു പാർട്ടികളിൽ പോകില്ല എന്ന് എടുത്തെടുത്ത് പറയുമ്പോൾ അദ്ദേഹത്തിന് പാർട്ടിയോടുള്ള സ്നേഹം എത്രത്തോളമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇന്നത്തെ CPM-ന് സ്നേഹമല്ല വലുത്, അവർക്ക് നേട്ടങ്ങളാണ് വലുത്. ആ നേട്ടത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു പാർട്ടിയായി ഇപ്പോൾ CPM മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.